നമസ്കാരം. ട്രംപുമായി ഉടക്കിയതോടെ ഭീഷണി മുഴക്കി വ്യവസായി ഇലോൺ മസ്ക് രംഗത്ത്. ലൈംഗിക കുറ്റവാളി എന്ന് കണ്ടെത്തിയ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശമുണ്ടെന്ന് മസ്ക് ആരോപിച്ചു. മസ്ക് തന്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ശരിക്കും വലിയ ബോംബിടേണ്ട സമയമായി എന്ന് പറഞ്ഞാണ് മസ്കിന്റെ പോസ്റ്റ്. എപ്സ്റ്റീൻ ഫയലുകളിൽ ട്രംപിന്റെ പേരുണ്ട്. അവ പരസ്യമാക്കാത്തതിന്റെ യഥാർത്ഥ കാരണം അതാണ്. ഡൊണാൾഡ് ട്രംപ് നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു, മസ്ക് പോസ്റ്റ് ചെയ്തു. ഈ പോസ്റ്റ് ഭാവിയിലേക്ക് കരുതി വെക്കണമെന്നും സത്യം പുറത്തു വരുമെന്ന് മസ്ക് ഭീഷണി മുഴക്കി. ഇത്തരം വാക്പോരുകൾക്കിടയിലാണ് അമേരിക്കൻ കോടീശ്വരനും കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ട്രംപിന് ബന്ധമുണ്ടെന്ന വിവരം മസ്ക് ആരോപിക്കുന്നത്. മുൻപ് ഈ ആരോപണം അമേരിക്കയിൽ ചർച്ചയായതാണ്. ഡൊണാൾഡ് ട്രംപ് തന്നെ ലൈംഗിക കയ്യേറ്റം ചെയ്തുവെന്നായിരുന്നു മുൻ മോഡൽ വെളിപ്പെടുത്തിയത്. 1993 ട്രംപ് തന്നെ കടന്നുപിടിക്കാൻ ശ്രമിച്ചെന്ന് മുൻ മോഡലായ സ്റ്റേസി വില്യംസ് ആരോപിക്കുന്നത്. അന്ന് താൻ ജെഫ്രിയുടെ കാമുകിയായിരുന്നുവെന്നും ട്രംപിനെ പരിചയപ്പെടാനായി ന്യൂയോർക്കിലെ ട്രംപ് ടവറിലെത്തിയപ്പോഴായിരുന്നു സംഭവമെന്നും സ്റ്റേസി പറയുന്നു. മുന്നിലെത്തിയ നിമിഷം ട്രംപ് തന്റെ ശരീരഭാഗങ്ങളിൽ ബലമായി കടന്നു പിടിച്ചുവെന്നും താൻ നിന്ന നിൽപ്പിൽ മരവിച്ചു പോയെന്നും സ്റ്റേസി ആരോപിച്ചു. കമല ഹാരിസ് നടത്തുന്ന സർവേഴ്സ് ഓഫ് കമല എന്ന പരിപാടിക്കിടയിലായിരുന്നു മുൻ മോഡൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എന്നാൽ സ്റ്റേസിയുടെ ആരോപണം തീർത്തും വ്യാജമാണെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ വിചാരണ നേരിടുകയായിരുന്ന US കോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റീനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ന്യൂയോർക്കിലെ ജയിലിൽ വെച്ചാണ് എപ്സ്റ്റീൻ മരിച്ചത്. ഡൊണാൾഡ് ട്രംപ്, മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഉൾപ്പെടെ നിരവധി ലോക നേതാക്കളുടെ സുഹൃത്തായിരുന്നു എപ്സ്റ്റീൻ. പല രാഷ്ട്രീയക്കാർക്കും എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും തിരിച്ചും അറിവുണ്ടായിരുന്നു. എപ്സ്റ്റീൻ ഇല്ലാതെയായി കാണാൻ ചിലർ ആഗ്രഹിച്ചിരുന്നു. അത്യാധുനിക സുരക്ഷ, നിരീക്ഷണ സൗകര്യങ്ങളുള്ള ജയിലിൽ ശതകോടീശ്വരൻ മരിച്ചത് കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങൾ. അളവറ്റ സമ്പത്തും സ്വകാര്യ വിമാനങ്ങളും രാജ്യാന്തര ബന്ധങ്ങളുമുള്ള എപ്സ്റ്റീൻ വർഷങ്ങൾക്ക് മുമ്പ് ഏതെല്ലാം വിധത്തിലാണ് ഉപദ്രവിച്ചതെന്ന് ഇയാൾക്കെതിരെ പരസ്യമായി ആരോപണമുന്നയിച്ച കോർട്ട്നി വൈൽഡും ആനി ഫാർമറും കോടതിയിൽ വിശദീകരിച്ചത് ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. കോടതിയിൽ യുവതികളുടെ വാക്കുകളോട് എതിർത്തൊന്നും പറയാതിരുന്ന എപ്സ്റ്റീൻ പക്ഷേ മുഴുവൻ സമയം ഇരുവരെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ രൂക്ഷമായിട്ടാണ് നോക്കിയത്. 14-ാം വയസ്സിൽ എപ്സ്റ്റീൻ പീഡിപ്പിച്ചതായി മൊഴി നൽകിയ കോർട്ട്നി വൈൽ തെരുവിലൂടെ നടക്കുന്നത് കണ്ടാൽ ഇയാളെ ഭയാനക മനുഷ്യനായിട്ടാണ് തോന്നുകയെന്ന് പറഞ്ഞു. 16-ാം വയസ്സിൽ ന്യൂയോർക്കിലാണ് എപ്സ്റ്റീനുമായി നിർഭാഗ്യകരമായ കൂടിക്കാഴ്ചയുണ്ടായതെന്ന് ആനി ഫാർമർ മൊഴി നൽകി. പിന്നീട് ന്യൂ മെക്സിക്കോയിലേക്ക് വിമാനത്തിൽ കൊണ്ടുപോയി. ന്യൂയോർക്കിലെ ബംഗ്ലാവിൽ കണ്ടെടുത്ത പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ താൻ ഉൾപ്പെടെ എല്ലാ ഇരകളെയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇരകളാക്കുകയാണെന്നും ആനി പറഞ്ഞു. ഹെഡ്ജ് ഫണ്ടിലും പ്രൈവറ്റ് ഇക്വിറ്റിയിലുമായി ഏകദേശം $195 ദശലക്ഷം നിക്ഷേപം. ഇക്വിറ്റികളിലായി $112.7 മില്യൺ ഉണ്ട്. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൽ നിന്നും $14.3 ബില്യൺ വരുമാനം. US വിർജീനിയ ഐലൻഡിൽ സ്വന്തമാക്കിയ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന ദ്വീപിന്റെ മൂല്യം $63 മില്യൺ ആണ്. റിയൽ എസ്റ്റേറ്റിലെ ആകെ സമ്പത്ത് $179 മില്യൺ. ലിറ്റിൽ സെന്റ് ജെയിംസ് ദ്വീപിനെ പിഡോഫൈൽ ഐലൻഡ് അഥവാ ബാലപീഡന ദ്വീപ് എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. എണ്ണപ്പനകൾ നിറഞ്ഞ സ്വർഗ്ഗഭൂമിയെന്നും ഈ ദ്വീപ് അറിയപ്പെടുന്നു. മനോഹരമായ കെട്ടിടങ്ങളും സ്വർണ്ണമകുടത്തോടു കൂടിയ ആരാധനാലയവും ഇവിടെയുള്ളതായിട്ട് നാട്ടുകാർ പറയുന്നു. പുറമേ നിന്നുള്ളവർക്ക് ഇവിടെ കയറി പറ്റാനാവില്ല. ഹെലികോപ്റ്ററിലും ജലയാനത്തിലുമായി എപ്സ്റ്റീൻ ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്. ഫ്രാൻസിൽ നിന്നും സ്വകാര്യ വിമാനത്തിൽ വരുമ്പോൾ ജൂലൈ 6-ന് ന്യൂജേഴ്സി വിമാനത്താവളത്തിൽ വെച്ചാണ് എപ്സ്റ്റീനെ അറസ്റ്റ് ചെയ്തത്. വിർജീനിയ റോബർട്ട്സ് എന്ന യുവതിയാണ് 1999-2002 കാലയളവിൽ എപ്സ്റ്റീനെതിരെ ആദ്യ വെളിപ്പെടുത്തൽ നടത്തിയത്. തന്നെ ലൈംഗിക അടിമയാക്കി ഉപയോഗിച്ച എപ്സ്റ്റീൻ ഉന്നത സുഹൃത്തുക്കൾക്കായി കാഴ്ചവെച്ചുവെന്നായിരുന്നു വിർജീനിയയുടെ ആരോപണം. ഫ്ലോറിഡ പോലീസിലേക്ക് ഒരമ്മ ഫോൺ വിളിക്കുകയും തന്റെ പ്രായപൂർത്തിയാകാത്ത മകളെ പാം ബീച്ച് എസ്റ്റേറ്റിൽ എപ്സ്റ്റീൻ പീഡിപ്പിച്ചതായി പരാതിപ്പെടുകയും ചെയ്തത് 2005 മാർച്ചിലാണ്. ഈ പരാതികളിൽ അന്വേഷണം തുടങ്ങി. 2006 മെയ്യിൽ പാം ബീച്ച് പോലീസ് സത്യവാങ്മൂലം ഫയൽ ചെയ്തു. എപ്സ്റ്റീനെ കൂടാതെ സാറ കെല്ലൻ, ഹാലി റോബ്സൺസോൺ എന്നിവരുടെ പേരുകളും സത്യവാങ്മൂലത്തിലുണ്ടായിരുന്നു. എപ്സ്റ്റീൻ ആവശ്യാനുസരണം പെൺകുട്ടികളെ എത്തിച്ച് പണമുണ്ടാക്കിയെന്ന കുറ്റമാണ് സോണിനെതിരെ ചുമത്തിയത്. പെൺകുട്ടികളുടെ പേരും വിലാസവും ഉൾപ്പെടുന്ന വിവരങ്ങളടങ്ങിയ ബ്ലാക്ക് ബുക്ക് സൂക്ഷിച്ചുവെന്നതായിരുന്നു സാറയ്ക്കെതിരായ കുറ്റം. പാം ബീച്ചിലെ സ്റ്റേറ്റ് അറ്റോർണി ഈ കേസ് 2006 മെയ്യിൽ മേൽക്കോടതിയിലേക്ക് റെഫർ ചെയ്തു. എപ്സ്റ്റീന് സ്വത്തുക്കളുള്ള ഫ്ലോറിഡ, ന്യൂയോർക്ക്, ന്യൂ മെക്സിക്കോ എന്നിവിടങ്ങളിൽ ഇരകളെയും സാക്ഷികളെയും കണ്ട് FBI മൊഴിയെടുത്തു. നിയമ നടപടികൾ മുന്നോട്ട് പോയപ്പോൾ തന്നെ ലൈംഗിക കുറ്റവാളിയാക്കുന്ന തരത്തിൽ നടപടികൾ സ്വീകാര്യമല്ലെന്ന് എപ്സ്റ്റീനും അഭിഭാഷകനും 2008 ജനുവരിയിൽ നിലപാടെടുത്തു. ഫെബ്രുവരിയിൽ ഒരു സ്ത്രീ എപ്സ്റ്റീനെതിരെ സിവിൽ കേസ് ഫയൽ ചെയ്തു. 16-ാം വയസ്സിൽ മസാജിങ്ങിനായി തന്നെ നിയമിച്ചുവെന്നും സെക്സ് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടുവെന്നുമായിരുന്നു ആരോപണം. FBIയുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തി മാർച്ചിൽ കേസ് വിചാരണയ്ക്കെടുക്കാൻ ഗ്രാൻഡ് ജൂറി തീരുമാനിച്ചു. ഇരകളെ ഫോണിലും നേരിട്ടും എപ്സ്റ്റീന്റെ ആളുകൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇതേ മാസം മറ്റൊരു സ്ത്രീ കൂടി ഹർജി നൽകി. ജൂണിൽ എപ്സ്റ്റീൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. ലൈംഗിക കുറ്റവാളിയായി മുദ്രകുത്തപ്പെട്ട എപ്സ്റ്റീന് 18 മാസത്തെ ജയിൽവാസമായിരുന്നു ശിക്ഷ. 2009 ജൂലൈയിൽ ഇയാൾ മോചിതനാവുകയും ചെയ്തു.